നമസ്കാരം. മോർണിംഗ് ന്യൂസ്. നവകേരള സദസ്സിൽ പ്രശ്നപരിഹാരത്തിനായി വന്നത് 6 ലക്ഷത്തിലധികം പരാതികൾ. 14 ജില്ലകളിൽ നിന്നായി 6,21,167 പരാതികളാണ് സർക്കാരിന് ലഭിച്ചത്. ഏറ്റവും അധികം പരാതി കിട്ടിയത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 80,885 പരാതികളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് നവകേരള സദസ്സിന് മുന്നിലെത്തിയത്. രണ്ടാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയാണ്. 61,204 പരാതികളാണ് പാലക്കാട് നിന്ന് സർക്കാരിന് മുന്നിലെത്തിയത്. പരാതി പരിഹരിക്കാൻ സ്പെഷ്യൽ ഓഫീസർമാരെ അടിയന്തരമായി നിയമിക്കാനാണ് സർക്കാരിന്റെ നീക്കം. എറണാകുളത്ത് ജനുവരി 1-2 തീയതികളിൽ സദസ്സ് നടക്കാനുണ്ട്. ഇതുകൂടി കഴിഞ്ഞ ശേഷം ലഭിച്ച പരാതികളും പരിഹരിച്ച പരാതികളുടെ കണക്കുകളും ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും. ലോകം നടുങ്ങിയ സുനാമി ദുരന്തത്തിന് ഇന്ന് 19 വയസ്സ്. 2004 ഡിസംബർ 26-നായിരുന്നു കേരള തീരങ്ങളെ അടക്കം തുടച്ചു മാറ്റിയ ഭീമൻ തിരമാലകൾ ആഞ്ഞടിച്ചത്. ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങി 15 രാജ്യങ്ങളിൽ നിന്നായി 2.5 ലക്ഷം ആളുകളെയാണ് സുനാമി മരണത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. 2004 ഡിസംബർ 26-ന് പ്രാദേശിക സമയം 7:59-നാണ് മരണത്തിരമാലകൾ രൂപം കൊടുത്ത ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ 7 മണിക്കൂറിനുള്ളിൽ കിഴക്കൻ ആഫ്രിക്ക വരെ എത്തിയ സുനാമി തിരകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെമ്പാടും നാശം വിതച്ചു. മയക്കുമരുന്നായ കൊക്കെയിൻ ഉപയോഗം നിയമവിധേയമാക്കാൻ സ്വിറ്റ്സർലൻഡ് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. വിനോദ ആവശ്യങ്ങൾക്കായി കൊക്കെയിൻ നിയമവിധേയമാക്കാൻ സ്വിറ്റ്സർലൻഡ് തലസ്ഥാനമായ ബേണിൽ ആലോചനകൾ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ദേശീയ നിയമത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തിയാകും സ്വിറ്റ്സർലൻഡ് കൊക്കെയിൻ നിയമവിധേയമാക്കുക. എന്നിരുന്നാലും പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ സർക്കാരിനെ മറികടക്കേണ്ടി വരും. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.